നാളെ നമുക്കൊരു നെയ് റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിനൊരു 2 ഗ്ലാസ് അരി, 1 ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അത് രണ്ടും വൃത്തിയായി കഴുകി അരിക്ക് ഞാനിപ്പോൾ അരിയിലേക്ക് കുറച്ച് ഒരു 1/2 സ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികം ഉലുവയാവുണ്ട്, 2 ഗ്ലാസ് അരിയല്ലേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ഇടുമ്പോഴാണ് ദോശയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി കുതിരാൻ വെച്ചു. അതിന് ശേഷം ഇപ്പോൾ ഈവനിങ് ആയപ്പോൾ ഞാൻ 8 മണിക്ക് രാവിലെ ഇട്ടതാണ്. അപ്പോൾ കുറച്ചധികം നേരം വെള്ളത്തിലിടുമ്പോഴാണ് ദോശയ്ക്ക് നല്ലൊരു സോഫ്റ്റ്നെസ്സൊക്കെ ഉണ്ടാവുന്നത്. ഞാൻ പിന്നെ ഇതിൽ ചോറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ 2 ഗ്ലാസ് അരിയും ഉഴുന്നും ഒരു 2 പ്രാവശ്യമായിട്ട് ഞാൻ അരച്ചെടുക്കണം. വേറെ ഒന്നും ചേർക്കണില്ല ഇതിൽ. ഉഴുന്നും അരിയും മാത്രം, അതിൽ ചോറ് അങ്ങനെയുള്ളതൊന്നും ചേർക്കണില്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് അരച്ച് കൊണ്ടുവന്ന് വയ്ക്കാം. അങ്ങനെ 2 സ്റ്റെപ്പും നമുക്ക് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാൻ ആ ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ചത് ആ വെള്ളം തന്നെ എടുത്തത്. അപ്പോൾ അത് ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് അരച്ച് കൊണ്ടുവന്നാണത്. നല്ല നൈസായിട്ട് അരച്ച് കൊണ്ടുവന്നത്. അപ്പോൾ അതുപോലെ ഞാൻ 2 സ്റ്റെപ്പും അരച്ച് ഒഴിച്ചിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇത് കൈ കൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിക്കണം ഞാൻ, അതാണ് നല്ലത്. അപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. കണ്ടോ, അവിടെയൊക്കെ അങ്ങനെ താന്നു. ഞാനത് കരണ്ടി ഇട്ടപ്പോൾ അത് താന്നു പോയതാണ്. അപ്പോൾ നമുക്ക് ഇനി ദോശ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇരുമ്പ് ചട്ടിയാണത്. അപ്പോൾ ഞാനൊരു സബോള എടുത്തിട്ടാണ് ഇപ്പോൾ ഈ നെയ്യും സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തത് ദോശയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാൻ നോക്കാം. എത്ര വലിപ്പത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ അത്യാവശ്യം ഇതിൽ ഉണ്ടാക്കണത്. അപ്പോൾ അതായി വന്നപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉൾഭാഗം ഒന്നും ഇതിങ്ങനെ ആക്കിയെടുക്കണം നെയ്യ് ഒഴിച്ചതിന് ശേഷം. എന്നിട്ട് വലിഞ്ഞ് വരുമ്പോൾ നമ്മളിങ്ങനെ വടക്കിയെടുക്കാം. എടുത്തൊഴിച്ച് കൊടുക്കാം. ഒരു 2 കരണ്ടി മാവ് എടുക്കണം, നല്ല നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്നുകൂടി വലുപ്പത്തിലൊക്കെ ഈ ചട്ടിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒന്ന് വേഗം ചെയ്യുന്ന കാരണം അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ആ റോസ് കളറ് വരുമ്പോഴാണ് നമ്മളതിൽ നെയ്യൊക്കെ ഒഴിക്കുക. എന്നിട്ട് ഉള്ളൊന്നും ഇങ്ങനെ ചട്ടകം കൊണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നല്ല നെയ് റോസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അല്ലേ, ഇതേപോലെ വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇന്ന് രാവിലെ നെയ് റോസ്റ്റ് ആക്കാമെന്ന് വെച്ചു. നല്ല വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാതെ ഞാൻ ഇന്നിങ്ങനൊരു നെയ് റോസ്റ്റ് പോലെ ഉണ്ടാക്കണമെന്നാണ് ഇവിടെ ഇഷ്ടം. ദോശ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും വിചാരം നെയ് റോസ്റ്റ് പോലെ നെയ്യൊക്കെ ചേർത്തുണ്ടാക്കണം. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ഇങ്ങനെ ചട്ടകം കൊണ്ട് അവർ കാണിക്കും. എന്തിനാ വെച്ചാൽ ആ ഉള്ളിൽ ഇങ്ങനെ വരമ്പ് പോലെ നിൽക്കുന്നതൊക്കെ പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല നെയ് റോസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കുന്നത്, അതുകൊണ്ട് ഒരു ചെറിയ തളർച്ച അതിനുണ്ട്. എൻ്റെ അപ്പൻ്റെ നെയ് റോസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാനും കൂടി കഴിക്കും.